ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല. അനിയത്തിയുടെ മാരേജ് കഴിഞ്ഞ് റിസപ്ഷന് പോകുന്നതിൻ്റെ ആ ഒരു ടൈമിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ വെനസ്ഡേ ആയിരുന്നു റിസപ്ഷൻ. ട്യൂസ്ഡേ കൊണ്ടുപോകാനുള്ള പൂരൻ, പിന്നെ ബസ്സിൽ വെക്കാനുള്ള വെള്ളം അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പൂരനും പിന്നെ നമ്മുടെ നൈബേഴ്സിനൊക്കെ കൊടുക്കാനുള്ള പൂരനൊക്കെ അങ്ങനെ പാക്ക് ചെയ്ത് ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് റിസപ്ഷന് പോകുന്നതിൻ്റെ രാവിലെ ആണ്. വെനസ്ഡേ രാവിലെ ആയിരുന്നു റിസപ്ഷൻ, ഒക്ടോബർ 2. അപ്പോൾ അതാ അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സയാൻ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടാണ്, പക്ഷേ സയാൻ്റെ മൂഡന്ന് തീരെ ശരിയല്ലായിരുന്നു. പിന്നെ നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അങ്ങനെ നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് ഫാമിലീസൊക്കെ പോകുന്ന വഴിക്ക് വെച്ച് കയറാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ 9 മണിക്കാണ് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 9:10 ആകുമ്പോഴത്തേക്കും ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ എടുത്തു. പിന്നെ ഇനി കുറച്ച് ദൂരം പോയതിന് ശേഷം വേറൊരു ഫാമിലിയും കൂടെ വഴിയിൽ നിന്ന് കയറാനുണ്ട് കേട്ടോ. മാരേജിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ പനി പിടിച്ച് കോൾഡ് അങ്ങനെ വീട്ടിലുള്ളവർക്കും ചെറുതായിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. റിസപ്ഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം നല്ലപോലെ ഒന്ന് തിരക്കായിപ്പോയി. അതാണ് പിന്നെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വൈകിപ്പോയത് കേട്ടോ. അങ്ങനെ ഒരു 9:05 9:10 ആയപ്പോഴത്തേക്കും ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മയുടെ അങ്കിളുടെ ഫാമിലിയാണ് കേട്ടോ. അങ്കിളുടെ മക്കളും പിന്നെ അവരെ മരുമക്കളും പിള്ളേരൊക്കെയാണ്. അപ്പോൾ അവർ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എറണാകുളത്ത് നിന്ന് ആലുവയിൽ നിന്ന് എൻ്റെ അങ്കിളും വൈഫും മക്കളും ഹസ്ബൻഡ് എടപ്പള്ളിയിൽ നിന്നാണ് കയറുന്നത് കേട്ടോ. പിന്നെ സയാന് മുസ്തുമാമ മതി എന്ന് പറഞ്ഞിട്ട് കുറേ നേരം മുസ്തു എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നില്ല, എനിക്ക് കോപ്പിറൈറ്റ് അടിക്കുന്നുള്ള കാരണം കൊണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാട്ടിൻ്റെ ഒപ്പം തന്നെ അവരും പാടുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മക്കളൊക്കെ നല്ലപോലെ ഡാൻസ് കളിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ നല്ലപോലെ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു അവരൊക്കെ. അങ്ങനെ നമ്മളിത് ആ ഹോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് പിന്നെ സയാൻ ഹസ്ബൻഡിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ സയാന് സ്റ്റേജിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കയറാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. പക്ഷേ ഭയങ്കര നാണം അവരോട് സംസാരിക്കാനൊക്കെ. പിന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ചില്ലേ, ആ പൂരനാണ് കേട്ടോ ഇത്. അപ്പോൾ ചടങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒരു ബാസ്ക്കറ്റിലേക്ക് ആക്കുകയാണ് കേട്ടോ.
ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഗ്രൂമിൻ്റെ ഉമ്മക്കും വാപ്പക്കും ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അവർക്കും ഒരു പേർ ഡ്രസ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ചടങ്ങൊക്കെ ചെയ്യുന്നത് ഗ്രൂമിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ സയാനും ഇസാനും കൂടിയിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ്. പിന്നെ സയാൻ്റെ കയ്യിൽ ജീരക മിഠായി എന്തുകൊണ്ട് കേട്ടോ. സയാൻ കുറേ വാശി പിടിച്ചപ്പോഴത്തേക്കും മേടിച്ചു കൊടുത്തതാണ്. അപ്പം ഇസാനും അത് വേണമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ രണ്ടുപേരും കൂടിയിട്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. ഇനി ഗ്രൂമിൻ്റെ സിസ്റ്റർ ഇപ്പോൾ ചടങ്ങ് ചെയ്യുന്നത് എൻ്റെ അനിയനും പിന്നെ ഒരു കസിൻ സിസ്റ്റർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അവർക്കും ഒരേ ജോഡി ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവളുടെ ആൻറ്റിയും മോനും ഹസ്ബൻഡും മോനും പിന്നെ അവളുടെ വാപ്പയ്ക്കാണ് കേട്ടോ. ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് മാരേജിന് വരാൻ വേണ്ടി പറ്റിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്. അതാണ് പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ പിന്നെ കോപ്പിറൈറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും അധികം കൊടുക്കാത്തത്. ഇതൊരു കസിൻ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ സയാന ബേബിനെ കണ്ടപ്പോഴത്തേക്കും വാച്ചൊക്കെ കാണിച്ച് കളിപ്പിക്കണേണ്. പിന്നെ നമ്മളങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, അതൊക്കെയായിരുന്നു ലഞ്ച് ഉണ്ടായിരുന്നത്. ഉമ്മയും വാപ്പയും സദ്യയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അവരുടെ പാലട ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലട നല്ല അടിപൊളി പാലടയായിരുന്നു. സയാൻ അന്ന് ലഞ്ചും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ ലഞ്ച് വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കണമായിരുന്നു. എന്നിട്ട് ഒരു പ്ലേറ്റിൽ തന്നെ കഴിച്ചോട്ടെ എന്നിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1-2 എന്തെങ്കിലും കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്ന ഷർഫുമാണ് കേട്ടോ ഇത്. ഷർഫ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിയാനായ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ ഒക്കെ. അപ്പോൾ സയാനും ഇസാനും കൂടി നിന്നിട്ട് താഴെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയാൻ്റെ വാച്ച് കണ്ടിട്ട് കറക്കി കളിക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട്. പിന്നെ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ. ഇവിടെയും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൊടുക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് അടിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ സൗണ്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ഇവിടെ ഇല്ലുമിനാറ്റി പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സയൻ സൈഡിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് ഉമ്മയുടെ ബ്രദറും വൈഫും പിന്നെ മക്കളുമാണ് കേട്ടോ. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. ഒരു 3 മണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. ആ ഒരു സമയത്ത് നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ബസ്സിൽ എല്ലാവരും ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര വൈബായിരുന്നു. ഞാൻ വിചാരിച്ചു തിരക്കിനിടയിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഒരുപാട് പേര് എനിക്ക് വീഡിയോ എടുത്ത് തരാനുണ്ടായിരുന്നു കേട്ടോ. അനിയൻ്റെ ഫ്രണ്ട്സായിട്ടും പിന്നെ ഹസ്ബൻഡും ഒരുപാട് വീഡിയോസൊക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കൺഫ്യൂഷനായിപ്പോയി. ഒരുപാട് വീഡിയോസ് ഉള്ളത് കൊണ്ട് സോർട്ട് ചെയ്തെടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. പിന്നെ ഇതാ ബ്രൈഡും ഗ്രൂമൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. സയാൻ ഉറങ്ങിപ്പോയിട്ടാ. ഉമ്മയുടെ അനിയത്തിൻ്റെ മടി കിടന്ന് സയാൻ ഉറങ്ങുന്നുണ്ട്. സയാൻ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാ. അപ്പോൾ ഇനി ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ കുറച്ച് ഇറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കൈയടിച്ചോ. വെൽക്കം 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 വെൽക്കം. പിന്നെ കസിൻ ബ്രദേഴ്സും അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവരുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തന്നെയാണ് കേട്ടോ എല്ലാം പോയി വാങ്ങിച്ചു കൊടുക്കുന്നതും ഡെക്കറേറ്റ് ചെയ്തതൊക്കെ അവരുടെ ഐഡിയ തന്നെയാണ്. പിന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ബ്രൈഡിനെയും ഗ്രൂമിനെയും കൊണ്ട് കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്.
ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് ചെറിയ രീതിയിൽ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള പണികളൊക്കെ ആയിരുന്നു. നമുക്ക് ഫ്രൈഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും പഴം പുഴുങ്ങിയത് കുറുമക്കറി ഒക്കെ ആയിരുന്നു. പിന്നെ അന്ന് ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്രൈഡേ അല്ല അവരുടെ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനിട്ടാ ഉമ്മയുടെ ബ്രദറും വൈഫും കൂട്ടാണ് ഉണ്ടാക്കിയത്, ചിക്കൻ ബിരിയാണി. പിന്നെ ആ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചതിന് ശേഷം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊരു പ്ലേറ്റിലെടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ ആ ഗ്രൂമിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ആ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ അവർ ഇറങ്ങാൻ നേരത്ത് ചെറിയൊരു ചടങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങ്. അപ്പോൾ രണ്ടുപേർക്കും ഓരോ പേര് ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. ഇത് ഗ്രൂമിൻ്റെ വാപ്പയാണ് കേട്ടോ, യെല്ലോ ഷർട്ട് ഇട്ടത്. റെഡ് ചുരിദാർ ഇട്ടത് വാപ്പയുടെ ഒരു അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ കുറച്ച് നേരം പ്ലാനൊക്കെ ചെയ്തതിന് ശേഷം സിനിമക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാ. തൃശ്ശൂരാണ് വന്നത് കേട്ടോ സിനിമ കാണാൻ വേണ്ടിയിട്ട്, രാഗം തിയേറ്ററിൽ. പിന്നെ 6:45 ഷോക്കാണ് വന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് പഴയ സ്റ്റൈലുള്ളൊരു തിയേറ്ററുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. സ്ക്രീനാണെങ്കിലും അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡം ആണ് കാണാൻ വന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നലത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസോ വ്ളോഗ്സോ ഒക്കെ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.